ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സാമ്പാറാണ്. ഇപ്പോൾ സാമ്പാറിന് ആവശ്യമായ തോരൻ പരിപ്പ് കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇത് കുതിർത്ത് കഴിഞ്ഞു. അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളികൾ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2-3 തക്കാളി ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചു. എന്നിട്ട് ഒരു പാത്രത്തിൽ കുക്കറിനകത്ത് തോരൻ പരിപ്പ്, ചെറിയ ഉള്ളി, തക്കാളി എന്നിവ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചു. പരിപ്പ് പെട്ടെന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സാമ്പാറിന് ആവശ്യമായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളാണ്, സാമ്പാർ കഷ്ണങ്ങളാണ്. ഇത് വെന്ത പരിപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, പുളിവെള്ളം എന്നിവ ചേർത്ത് വേവിക്കുക. ഇപ്പം നന്നായിട്ട് കുറച്ച് പകുതിയോളം വെന്ത് കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മളിതിലേക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഷ്ണങ്ങൾ നന്നായിട്ട് വെന്നതുവരെ നന്നായിട്ട് വേവിക്കുന്നു. വെണ്ടയ്ക്ക ഇതിലിട്ടിട്ടില്ല, വെണ്ടയ്ക്ക മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നാൽ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക ഇപ്പോൾ സാമ്പാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം നമ്മൾ കടുക് വറുക്കണം. കടുക് വറുക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. അതിനുശേഷം കടുക് ഇട്ട് കൊടുത്തു. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വറ്റൽമുളക് അതായത് ചുമന്ന ഉണക്കമുളക് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. സാമ്പാർ ഇപ്പോൾ വെന്ത് കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് ഓഫ് ചെയ്തു. ഇതിലേക്ക് ചെറിയ രീതിയിൽ 2 വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആ കടുക് വറുത്ത എണ്ണയിലിട്ട് കുറച്ച് നന്നായിട്ട് ഇളക്കി മൂപ്പിക്കുന്നുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ അതിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ സാമ്പാർ റെഡി. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അവസാനത്തെ സാമ്പാറിൻ്റെ പ്രിപ്പറേഷൻ ചെയ്ത ലുക്ക്. ചോറിൽ നിന്ന് സാമ്പാറും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിലേക്ക് സാമ്പാർ ഒഴിക്കുന്നുണ്ട്. ഇതുപോലെ